ഹലോ, ഞങ്ങൾ ഇന്ന് ടൂറിന് പോവുകയാണ്. സ്റ്റാഫ് ടൂറാണ്. വെള്ളമുണ്ടയിലേക്കാണ് പോകുന്നത്, വയനാട് ഡിസ്ട്രിക്റ്റിലെ വെള്ളമുണ്ടയിലേക്ക്. അപ്പോൾ ഞങ്ങൾ പോകുന്നത് അവിടെ ബാണ ഹൈറ്റ്സ് വൈൽഡ് പ്ലാനറ്റ് റിസോർട്ടിലേക്കാണ്. കഴിഞ്ഞ വർഷവും ഞങ്ങൾ പോയത് ദേവാല ആണ്. സെയിം ഓണറിൻ്റേതാണ് രണ്ടും. കുഴപ്പമില്ല, ഞാൻ പോവുകയാണ് കേട്ടോ വയനാട്. അതെ, ഓക്കെ. ഇത് ഞാൻ പോയിട്ട് വരാം കേട്ടോ. സർ ഇൻസ്ട്രക്ഷൻസ് പിന്നെ ഞങ്ങൾ ബസ് കയറിയപ്പോൾ നല്ല ജോളിയായി. ടീച്ചേഴ്സ് ആണെന്നുള്ളതൊക്കെ മറന്നു. ഞങ്ങൾ ഫുൾ വൈബിലാണ്. വെള്ളമുണ്ട എത്തി. ഇനി ഞങ്ങൾ അവിടെ വരെ ബസ് പോകത്തുള്ളൂ. അതിനുശേഷം ഞങ്ങൾ വണ്ടിയിലാണ് പോകുന്നത്, ജീപ്പിലാണ് പോകുന്നത്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ മറന്നു പോകും. യൂട്യൂബിൽ ഒരു വ്ളോഗറാണെന്നുള്ള കാര്യമൊക്കെ മറന്നു പോകും. അപ്പോൾ എന്നെ അമൃത മിസ്സും ജസിന മിസ്സൊക്കെ ഒന്ന് ഓർമ്മിപ്പിച്ചു വീഡിയോ ഒക്കെ എടുക്കണ്ടേന്ന്. അങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ പിന്നെ തുടങ്ങി. പക്ഷേ ആ ജീപ്പിൽ നിന്ന് അങ്ങനെ അങ്ങോട്ട് വ്യൂ നമുക്ക് ക്ലിയർ ആവില്ല, കാരണം ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ടുള്ള ജീപ്പാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നോക്കി ആദ്യം കുറച്ച് സെൽഫിയൊക്കെ കുറച്ച് സ്ഥലങ്ങളൊക്കെ എടുത്തു. അങ്ങനെ നല്ല ജോളിയായിട്ട് പോവുകയാണ്. ഉച്ച സമയമായിട്ടുണ്ട്, ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ സ്നാക്സ് കഴിച്ചെങ്കിലും അവിടെ എത്തി. ഇതൊരു ലക്ഷറി കോട്ടേജാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ റൂംസിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഒരുവിധം എല്ലാവർക്കും റൂം കിട്ടാനൊക്കെ ആയി. പക്ഷേ ഞങ്ങൾ റൂം 408 മാത്രം ഒക്യുപ്പൈഡാണ്. ഇതുവരെ ചെക്കൗട്ട് ചെയ്തിട്ടില്ല. അപ്പം ഞങ്ങളിവിടെ ഇരിക്കുകയാണ്. അപ്പം ഞങ്ങളോട് പോയിട്ട് ഭക്ഷണം കഴിച്ചോളാൻ പറഞ്ഞു ആദ്യം. അങ്ങനെയാണെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് ഇനി റൂമിലേക്ക് പോകാമെന്നൊക്കെ വിചാരിച്ചു. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഞങ്ങൾ. എന്നിട്ട് ഞങ്ങൾ ഭക്ഷണം സൂപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിക്കാൻ തുടങ്ങി. കൊള്ളാം, ഭക്ഷണമൊക്കെ വളരെ നല്ലതായിരുന്നു. ഞങ്ങൾ എൻജോയ് ചെയ്ത് കഴിച്ചു. ഇനി വേണം ഞങ്ങൾക്ക് റൂമിലൊക്കെ പോകണമെങ്കിൽ. അതിന് മുന്നേ ഞങ്ങൾ നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. നല്ല വിശപ്പുള്ള സമയമായതുകൊണ്ട് പിന്നെ ഒന്നും ഓർത്തില്ല, വേഗം ഭക്ഷണ പരിപാടികളൊക്കെ കഴിച്ചു. ഞങ്ങൾ ഒരു നല്ലൊരു സെറ്റ് തന്നെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഒരു ഫാമിലി പോലെയാണ് ശരിക്കും സ്കൂളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞങ്ങൾക്ക് തമ്മിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അത്രയും നല്ലൊരു വൈബാണ്. എവിടെ പോവുകയാണെങ്കിലും ഇവിടെ കുറേ ഡാൻസേഴ്സ് ഉണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൽ, കുറേ പാട്ടുകാരുണ്ട്. പാട്ടുകാരിൽ തന്നെ സെലിബ്രിറ്റീസായ ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞുതരാം കുറച്ച് കഴിഞ്ഞാൽ. ഞങ്ങൾക്ക് ഈ ഒരു ക്യാമ്പ് ഫയറൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു തരാം ആരൊക്കെയാണ് ഉള്ളത് കൂടെ എന്നൊക്കെ. അപ്പോൾ നല്ല ലാവിഷായ ഭക്ഷണമായിരുന്നു കേട്ടോ. നന്നായിട്ടുണ്ടായിരുന്നു ഭക്ഷണമൊക്കെ. ശരിക്കും ഞങ്ങൾ ലാവിഷായിട്ട് തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു. ഇനി ഞങ്ങൾ ഈ സ്ഥലം കണ്ടില്ല, ഇതിന് ചുറ്റുമായിട്ടാണ് ഞങ്ങളുടെ ഓരോരോ റൂംസ് ഉള്ളത്. ഒരു റൂമിൽ 4 പേരാണ് ഞങ്ങൾ അക്കോമഡേറ്റ് ചെയ്യുന്നത്. ഞാനും സുജയ മിസ്സും സ്നേഹലത മിസ്സും രജിത മിസ്സുമാണ് ഒരു റൂമിലുള്ളത്. അപ്പോൾ ഞങ്ങൾ വേഗം, ഞങ്ങളുടെ റൂം കുറച്ച് ദൂരത്തേക്കാണ്. അപ്പം കുറച്ച് ആ സൈഡിലേക്ക് ഈ വഴിയിലൂടെ നമ്മൾ ഇറങ്ങി പോകണം. അപ്പോൾ ആ സമയമൊക്കെ ഞങ്ങളിങ്ങനെ ഫോട്ടോഷൂട്ടും നടന്നും ഒക്കെ കുറച്ചധികം ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് പല രീതിയിലും ഞങ്ങളിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലതൊക്കെ ഫ്ലോപ്പാണ്, ചിലതൊക്കെ ശരിയാവുന്നുണ്ട്. പക്ഷേ എങ്കിലും ഞങ്ങൾ വിട്ടില്ല, ഞങ്ങൾ നിരന്തര ഷൂട്ടിലാണ്. അതിനുശേഷം ഞങ്ങൾ റൂഫ് ടോപ്പ് പോയി. എന്നിട്ടൊരു കുറച്ച് നേരം ഒരു ചായയും പഴംപൊരിയൊക്കെ കഴിച്ചു. എന്നിട്ട് പിന്നെയും ഞങ്ങൾ ഫോട്ടോസ് പല പല സൈഡിൽ നിന്നായിട്ട് എടുത്തു. സ്റ്റാഫ് ഫോട്ടോ, അത് കഴിഞ്ഞ് കുറച്ച് നടന്നിട്ടൊരു കുറേ റീൽസ് എടുത്തു. എന്താണെങ്കിലും വളരെ രസകരമായൊരു ട്രിപ്പായിരുന്നു.
വളരെ എൻജോയ് ചെയ്തു. ക്യാമ്പ് ഫയർ നടക്കുകയാണ്. ഈ പാട്ട് പാടിയത് ആതിര മിസ്സാണ്. ഞങ്ങളുടെ സ്കൂളിലെ ടീച്ചറാണ്. നല്ലൊരു സെലിബ്രിറ്റിയാണ്. ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിമാണ്. അപ്പോൾ മിസ്സാണ് പാടിയത് തന്നെ. അപ്പോൾ സിംഗർ കെ നിഷാദിൻ്റെ സിസ്റ്ററും കൂടിയാണ്. അപ്പോൾ നല്ല മനോഹരമായിട്ടാണ് പാടിയിരിക്കുന്നത്. കേട്ടാൽ തന്നെ അറിയാമല്ലോ. പിന്നെ ഷേർലി മിസ് ഞങ്ങളുടെ കൂടെയുള്ള നർത്തകിയാണ്. ടീച്ചർ ഇപ്പോൾ അരങ്ങേറ്റം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ടീച്ചറുടെ ഡാൻസും കാര്യങ്ങളും ടീച്ചറാണ് നാഗവല്ലിയായിട്ട് ഇറങ്ങിയത്. ഷാജി സാർ ഉണ്ടായിരുന്നു. ലിഗേഷ് സാറും രാമനാഥൻ്റെ റോൾ ചെയ്തു. അങ്ങനെ അതിന് ശേഷം ഞങ്ങൾ ഡിന്നർ കഴിച്ചു. പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഫ്രോക്കൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ സിറ്റ് ഔട്ടിലിരുന്ന് കുറച്ച് നേരം സംസാരിച്ചു. കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നു. അതിന് ശേഷം രാവിലെ ഞങ്ങൾ ഇറങ്ങി. പിന്നെയും ട്രക്കിങ്ങിന് ഇറങ്ങിയപ്പോൾ എനിക്ക് നല്ല ജലദോഷവും പനിയൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ വകവെച്ചില്ല. നമുക്ക് ടൂറൊക്കെ വൺസല്ലേ വരത്തുള്ളൂ. അപ്പോൾ പനിയൊക്കെ പിന്നെ അങ്ങ് ശരിയായിക്കോളും. പിന്നെ അങ്ങ് ഞങ്ങൾ നടക്കാൻ തുടങ്ങി. ട്രാൻസ്ലേറ്ററാണത്. ട്രക്കിങ്ങിന് പോയി. ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് സീ ലെവലിൽ നിന്ന് 5500 ഫീറ്റ് മുകളിലാണേ. ഞങ്ങളുടെ ഗൈഡ് ആണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. ഗൈഡിൻ്റെ പേര് ശ്രീധർ എന്നാണ്. ഇദ്ദേഹം ഡാർജിലിങ്ങിന് മൗണ്ടനിയറിങ് കോഴ്സ് കഴിഞ്ഞതാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഹെൽപ്പിംഗ് ആയിരുന്നു. കാരണം പ്രോപ്പർ വേ ഒന്നും അതിലൂടെ ഇല്ല. റോക്സിലൂടെയൊക്കെ പിടിച്ചിട്ട് വേണം നമ്മൾ കയറാൻ. ഒരുപാട് ഗൈഡ് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. മുകളിലെത്തിയിട്ട് ഞങ്ങൾ കുറേ റീൽസ് എടുത്തു. എന്ത് രസമായിരുന്നു എന്നറിയോ. മുകളിലെത്തിയപ്പോൾ ശരിക്കും ആ ഒരു ടോപ്പ് വ്യൂ കാണാൻ. മംഗലശ്ശേരി ഹിൽസാണത്. വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ ഭാഗമാണ് അത്. ആ ഹിൽസ് കാണാൻ തന്നെ നല്ല രസമാണ്. അപ്പോൾ എന്താണെന്നറിയില്ല, എനിക്ക് എത്രയും ഇഷ്ടപ്പെട്ടു. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ശ്രീധർ. ഞങ്ങളുടെ കൂടെ മൗണ്ടനിയറിങ്ങിനും ഈ ട്രക്കിങ്ങിനൊക്കെ ഞങ്ങളെ സഹായിച്ച വ്യക്തി. അതിനുശേഷം ഞങ്ങൾ കുറേ റീൽസ് ചെയ്തു, ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. പകുതിയോളം ആൾക്കാർ ഇറങ്ങി. അതിനുശേഷം അവസാനമാണ് ഞങ്ങൾ ഇറങ്ങിയത്. അതിനുശേഷം ഞങ്ങൾ ഹോട്ടലിലെത്തി. ഒരു വഴിയുമില്ല, ചായ കുടിച്ചിട്ടേ ഞാൻ അകത്തേക്ക് കയറിയുള്ളൂ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ. അതിനുശേഷം ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തു. കുറച്ച് ഫോട്ടോസെല്ലാം റൂം വെക്കേറ്റ് ചെയ്യണം. കുറച്ച് ഫോട്ടോസെല്ലാം എടുത്തു. അവിടെ ഇരുന്ന് എന്താണെങ്കിലും നല്ലൊരു ടൂറായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്താണെങ്കിലും 11 മണിയാകുമ്പോൾ ചെക്കൗട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ഇറങ്ങി ഫോട്ടോസെല്ലാം എടുത്തു. പിന്നെയും എന്നിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ച് യാത്രയാവുമ്പോൾ എനിക്ക് വരണമെന്നേ ഇല്ലായിരുന്നു. കാരണം അത്രയ്ക്ക് റിലാക്സ്ഡ് ആൻഡ് സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു. അപ്പോൾ എങ്ങനെയാണെന്നറിയില്ല, പോരാനൊന്നും തോന്നുന്നില്ല. പക്ഷേ വന്നല്ലേ പറ്റൂ. അങ്ങനെ ഞങ്ങൾ തിരിച്ചിങ്ങോട്ടേക്ക് യാത്രയായി. ഓക്കെ ദെൻ ബൈ.